ഇന്ത്യയ്ക്ക് മേൽ US ചുമത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവയ്ക്കെതിരെ ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷു ഫെയ്ങ് ഹോങ് രംഗത്ത്. നടപടിയെ ചൈന ശക്തമായി എതിർക്കുന്നതായും ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ഷു പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ചൈനീസ് വിപണിയിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്തു. US ഇന്ത്യക്ക് 50% വരെ തീരുവ ചുമത്തി. ഇനിയും ചുമത്തുമെന്നാണ് ഭീഷണി. ചൈന ഇതിനെ ശക്തമായി എതിർക്കുന്നു. നിശബ്ദത ഭീഷണിപ്പെടുത്തുന്നവരെ ബലപ്പെടുത്തും. ചൈന ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കും. ഇന്ത്യ ചൈന സൗഹൃദം ഏഷ്യയ്ക്കും ഗുണം ചെയ്യും. ഇന്ത്യയും ചൈനയും പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇന്ത്യ ചൈനയുടെ പങ്കാളിയാണ്, എതിരാളിയല്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്രയും കാലം സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കിയ US ഇപ്പോൾ വിലപേശലിനായി തീരുവകളെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മൗനം പാലിക്കുന്നത് ഇവർക്ക് വീണ്ടും ധൈര്യം കൊടുക്കുന്ന പോലെയാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം ചൈന ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി ചൈനീസ് വിപണി തുറന്നു കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ച ഫെയ്ങ് ഹോയ്, വിപണിയിലൂടെ പരസ്പരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കും വളരെയധികം പുരോഗതി കൈവരിക്കാൻ സാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി. കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനീസ് വിപണിയിൽ എത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. IT, സോഫ്റ്റ്വെയർ, ബയോമെഡിസിൻ എന്നിവയിൽ ഇന്ത്യക്ക് അല്പം മുൻതൂക്കമുണ്ട്. അതേസമയം ഇലക്ട്രോണിക് വസ്തുക്കളുടെ നിർമ്മാണം, അടിസ്ഥാന സൗകര്യ നിർമ്മാണം, ഊർജ്ജ മേഖലകളിൽ ചൈനയിൽ ദ്രുതഗതിയിലുള്ള വികാസം കാണാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ബിസിനസ്സുകാർ ചൈനയിൽ നിക്ഷേപം നടത്തണമെന്ന് ചൈന ആഗ്രഹിക്കുന്നു. അതേസമയം ഇന്ത്യയിൽ ചൈനീസ് ബിസിനസ്സുകൾക്ക് ന്യായമായ അന്തരീക്ഷം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യയിലെ ചൈനീസ് സംരംഭങ്ങൾക്ക് ന്യായവും നീതിയുക്തവും വിവേചനരഹിതവുമായ ഒരു ബിസിനസ് അന്തരീക്ഷം നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതിനും സഹായിക്കും, അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കും ഈ വർഷം അവസാനം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുമെന്ന വാർത്തകൾക്കും പിന്നാലെയാണ് ചൈനീസ് അംബാസിഡറുടെ ഈ പരാമർശങ്ങളും എത്തുന്നത്. ചൈനയിൽ നിന്നുള്ള കമ്പനി പ്രൊഫഷണലുകൾക്ക് വിസ നിയന്ത്രണത്തിൽ ഇളവ് അനുവദിക്കുന്നത് ഇന്ത്യയുടെ പരിഗണനയിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം. ഇളവ് പ്രാബല്യത്തിലായാൽ വിവോ, ഒപ്പോ, ഷവോമി, BYD, ഹൈസെൻസ്, ഹഫെയർ തുടങ്ങിയ ചൈനീസ് കമ്പനികൾക്ക് ഉന്നത മാനേജ്മെന്റ് പദവികളിലേക്ക് ചൈനയിൽ നിന്ന് ആളുകളെ എത്തിക്കാനാകും. CEO, കൺട്രി ഹെഡ്, ജനറൽ മാനേജർ, HR എക്സിക്യൂട്ടീവ് തുടങ്ങിയ വിവിധ തസ്തികകളിലേക്ക് ചൈനീസ് പൗരന്മാർക്ക് വിസ വീണ്ടും നൽകി തുടങ്ങുന്നതാണ് സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപനം ഇന്ത്യൻ ഓഹരി വിപണിയിൽ കനത്ത ഇടിവിന് കാരണമായിട്ടുണ്ട്. ഈ മാസം 27-ന് തന്നെ തീരുവ പ്രഖ്യാപനം നടപ്പാക്കുമെന്ന ട്രംപിന്റെ ഉറച്ച നിലപാടിന് പിന്നാലെ നിഫ്റ്റിയും സെൻസെക്സും കൂപ്പുകുത്തി. വ്യാപാരത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നിഫ്റ്റിക്കും സെൻസെക്സിനും വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. BSE സെൻസെക്സ് 470 പോയിന്റ് താഴ്ന്നു. NSE നിഫ്റ്റി 150 പോയിന്റ് നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. FMCG, ബാങ്ക്, IT, എണ്ണ, വാതക മേഖലയിലെ ഓഹരികൾ ഉൾപ്പെടെ നിഫ്റ്റിയിലെ എല്ലാ സെക്ടറുകളും കാര്യമായ നഷ്ടം നേരിട്ടു. വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പന സമ്മർദ്ദവും വിപണിയിലെ അനിശ്ചിതത്വവും ഇടിവിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.